ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മാലിന്യമുക്തം നവകേരളം പദ്ധതി നടത്തിപ്പിൽ കോഴിക്കോട്ട് മികച്ചതും മോശവുമായ തദ്ദേശ സ്ഥാപനങ്ങളുണ്ടെന്ന് മന്ത്രി എം ബി രാജേഷ്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് പിന്നിൽ ക്രഷർ ലോബികളാണെന്ന് PBCA ഭാരവാഹികൾ. എങ്ങനെ ചിന്തിക്കണമെന്ന പരിശീലനമാണ് പുതിയ കാലത്തെ കുട്ടികൾക്ക് ആവശ്യമെന്ന് ശശി തരൂർ MP. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. കോഴിക്കോട് ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ ക്ഷീരസംഗമം മുരിങ്ങംപുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടന്നു. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ മലബാറിലെ ക്ഷീരകർഷകർ പാൽ ഒഴുക്കിക്കളയുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്ന് പാലുൽപാദനത്തിൽ ഏറ്റവും അധികം പുരോഗതി കൈവരിച്ച മേഖലയാണ് മലബാർ എന്നും മിൽമയിലൂടെ 90% ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. ക്ഷീരമേഖലയിലെ പ്രതിസന്ധികളിലും അഭിവൃദ്ധിയിലെത്തിക്കാൻ നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ 8 കോടി രൂപയുടെ ക്ഷീര കർഷക ഇൻഷുറൻസ് പദ്ധതി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ മേഖലയിൽ ക്ഷീര കർഷകർ പാൽ ഒഴുക്കി കളയുന്നു എന്നുള്ളതാണ്. കോവിഡിന്റെ കാലഘട്ടത്തിൽ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ക്ഷീര മേഖലയിൽ ഇപ്പോൾ മുന്നിട്ട് പോകുന്നത്. നമുക്കറിയാം, മലബാർ മേഖല എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ല അതിൽ വരുന്നതാണ്. ആ മലബാർ മേഖലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പാല് നമ്മുടെ പാലിന്റെ ഉത്പാദനം കൂടിയ ഒരു മേഖല മലബാർ മേഖലയാണ്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, മുക്കം നഗരസഭാ അധ്യക്ഷൻ PT ബാബു, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഓളിക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. മാലിന്യമുക്തം നവകേരളം പദ്ധതി നടത്തിപ്പിൽ കോഴിക്കോട് ജില്ലയിൽ മികച്ചതും മോശവുമായ തദ്ദേശ സ്ഥാപനങ്ങളുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. ജില്ലയിലെ വിവിധ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലയിലെ വിവിധ പദ്ധതികളുടെ അവലോകന യോഗം കോഴിക്കോട്ട് ചേർന്നു. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിച്ചു. 2 അറ്റങ്ങളിലായാണ് ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രകടനമെന്നും ചിലത് മികച്ച പ്രവർത്തനം നടത്തുമ്പോൾ മറ്റു ചിലത് നേരെ തിരിച്ചാണെന്നും മന്ത്രി പറഞ്ഞു. ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചതായാണ് കാണുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നവംബർ 1 തീയതി പ്രഖ്യാപിച്ചതെങ്കിലും മെയ് 31 പൂർത്തിയാക്കണമെന്നും മന്ത്രി MB രാജേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നിർദ്ദേശിച്ചു. ഇപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം മാർച്ച് 30 കൈവരിക്കാനുള്ളതാണ്. നവംബർ 1 മെയ് 31 തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കൈവരിക്കണമെന്നാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഡിജിറ്റൽ സാക്ഷരത മെയ്യോടുകൂടി നമുക്ക് കൈവരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറാൻ കഴിയും. അതുപോലെ മറ്റൊരു ലക്ഷ്യമാണ് ABC കേന്ദ്രങ്ങൾ ആവശ്യത്തിന് സ്ഥാപിക്കുക എന്നത്. ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിനുള്ള യോഗമാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി ഇപ്പോൾ മാലിന്യമുക്തത്തിൻ്റെ കാര്യത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അത്രത്തോളം എത്താത്തവരുണ്ട്. വളരെ മോശമായ നിലയിൽ ഇപ്പോഴും തുടരുന്നവരുമുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തു. കുറവുകൾ പരിഹരിക്കാനുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ അടുത്ത 2 മാസം ഉണ്ടാവും. ചടങ്ങിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വളയം ഗ്രാമപഞ്ചായത്ത്
കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്ഥാപനങ്ങൾ ആദരം ഏറ്റുവാങ്ങി. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം ജില്ലയുടെ അവലോകനവും നടത്തി. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ്, പ്രിൻസിപ്പൽ ഡയറക്ടർ സിറാം സാംബശിവറാവു, സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, ADM C മുഹമ്മദ് റഫീഖ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് ജനുവരി 28-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. വില വർദ്ധിപ്പിച്ച് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതിന് പിന്നിൽ ക്രഷർ ലോബികളാണെന്നും PBCA ഭാരവാഹികൾ ആരോപിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എംസാൻഡ് ആയാലും പിസാൻഡ് ആയാലും ക്രഷറിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലക്ക് നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള മണലെടുക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. പുഴകളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മണലെടുക്കുന്നത് കൊണ്ട് പുഴകൾക്കും ഒരു സൗകര്യമാണ്. നിർമ്മാണ മേഖലയ്ക്ക് യഥേഷ്ട മണെടുക്കാൻ കഴിയും. ഇപ്പൊ എന്താ സ്ഥിതി? പുഴ നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് മൈതാനമായി മാറിക്കിടക്കുക. പാരിസ്ഥിതിക സ്ഥിതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ചിലർ അവരെ ഉപയോഗിച്ചുകൊണ്ട് ചില ലോബികളാണ് കളിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ ക്രഷർ ലോബി ഇതിന്റെ പിന്നിലുണ്ട്. ക്വാറി ഉടമകൾക്ക് സർക്കാരും ജുഡീഷ്യറിയും യഥേഷ്ടം വില വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് വില വർധനവിന് ക്വാറി ഉടമകളെ പ്രചോദിപ്പിക്കുന്നതെന്ന് ആരോപിച്ചാണ് ജനുവരി 28-ന് കോഴിക്കോട് കളക്ടറിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സർക്കാർ പ്രവർത്തികൾക്ക് വില വർധനവ് ഇല്ല എന്നും സാധാരണക്കാർക്ക് യഥേഷ്ടം വില വർദ്ധിപ്പിച്ചോട്ടെ എന്ന ജില്ലാ കളക്ടറുടെ നടപടിയിലും ഭാരവാഹികൾ പ്രതിഷേധിച്ചു. ഇതിൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികളായ CK വേലായുധൻ, അബ്ദുൾ റസാഖ്, രമേശൻ TC, ഷൺമുഖൻ A, പുഷ്പാധരൻ A തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാർത്ഥികളെ സാധാരണഗതിയിൽ എന്ത് ചിന്തിക്കണമെന്നാണ് അധ്യാപകർ പരിശീലിപ്പിക്കുന്നതെന്നും അതിനു പകരം എങ്ങനെ ചിന്തിക്കണമെന്ന് പരിശീലനമാണ് പുതിയ കാലത്തെ കുട്ടികൾക്ക് ആവശ്യമെന്നും ശശി തരൂർ MP. തരൂർ എറ്റ് പ്രസ്റ്റീജ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മാങ്കാവ് പ്രസ്റ്റീജ് പബ്ലിക് സ്കൂളിൽ തരൂർ എറ്റ് പ്രസ്റ്റീജ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഒരു വളയം വരച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം വളയത്തിന് പുറത്തേക്കുള്ള ചിന്ത പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും എന്നാൽ മാത്രമേ സർഗാത്മകതയുള്ള ഒരു തലമുറ വളർന്നു വരികയുള്ളൂ എന്നും ശശി തരൂർ പറഞ്ഞു. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളുമായുള്ള അദ്ദേഹത്തിന്റെ സംവാദം വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി. ആഗോള രാഷ്ട്രീയം, ഭാഷാ പഠനം, വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ശശി തരൂർ മറുപടി നൽകി. The fourth important message is both to you and to your teachers. And that message is very simple. Try and be creative. I know the Prestige School values creativity in its students. What do I mean by that? I think when Bill Gates and Steve Jobs were asked what they looked for in the people they wanted to hire, they both said, we value out-of-the-box thinking. സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് ചിറക്കര സ്കൂളിനെ പരിചയപ്പെടുത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള ഭാരവാഹികൾ.
പങ്കാളിത്ത പെൻഷനെതിരെ ജനുവരി 26-ന് കോഴിക്കോട്ട് റാലിയും സമ്മേളനവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 2 മണി കോഴിക്കോട് പട്ടാളപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് സ്റ്റേഡിയം കോർണർ മൈതാനത്തേക്ക് ഒരു മഹാറാലിയും അതുപോലെ തന്നെ സ്റ്റേഡിയം കോർണർ ഗ്രൗണ്ടിൽ മഹാസമ്മേളനവും സംഘടിപ്പിക്കും. NPS ജീവനക്കാർ അനുഭവിക്കുന്ന വിഷമതകളും കാര്യങ്ങളും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ഉദ്ദേശം. എത്രയും പെട്ടെന്ന് NPS പിൻവലിച്ചുകൊണ്ട് ഹിമാചൽ പ്രദേശിനെ പോലെയും രാജസ്ഥാനെ പോലെയൊക്കെ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. പങ്കാളിത്ത പെൻഷൻ എന്നത് സിവിൽ സർവീസ് രംഗത്തെ അനീതിയും തുല്യതയില്ലാത്ത അസമത്വവുമാണെന്ന് ആരോപിച്ച് ജനുവരി 26-ന് കോഴിക്കോട് വെച്ച് കിറ്റ് NPS മഹാറാലിയും മഹാസമ്മേളനവും നടത്തുമെന്ന് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള ഭാരവാഹികൾ പറഞ്ഞു. മാനാഞ്ചിറ സ്ക്വയറിൽ നിന്നും ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന റാലി സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരും പങ്കാളിത്ത പെൻഷനിൽ നിന്നും വിരമിച്ചവരും റാലിയിലും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിലും പങ്കെടുക്കും. നാഷണൽ മൂവ്മെന്റ് ഫോർ ഓൾഡ് പെൻഷൻ സ്കീം സെക്രട്ടറി സ്മിജ പ്രജ്ഞ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികളായ നീരജ ഗോപാൽ, ഷെനീഷ് TK, വിജേഷ് EV, ലാസർ പണിക്കശ്ശേരി തുടങ്ങിയവർ അറിയിച്ചു. ഇത്തരം NPS-എതിരായിട്ട് നിലപാടെടുത്തൊരു സംഘടന ഇന്ന് പിന്മാറുന്ന കാഴ്ച വളരെ വേദനാജനകമാണെന്ന് പ്രത്യേകം ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ആ ഒരു സംഭവത്തിൽ ഒരു പ്രതിഷേധം കൂടി രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്തീരങ്കാവ് പയ്യടിത്താഴം വടക്കേപ്പറമ്പ് ഭുവനേശ്വരിക്കാവ് ക്ഷേത്രം ആൽബം പ്രകാശനം ചെയ്തു. KR പ്രമോദ്, അനിൽ രാധാകൃഷ്ണൻ നൽകി പ്രകാശനം നിർവഹിച്ചു. ശ്രീജ സതീഷിന്റെ വരികൾക്ക് പന്തളം ബാലനാണ് സംഗീതം നിർവഹിച്ചത്. മനസായി നമിക്കുന്നു നിന്നെ ഞങ്ങൾ, ചൈതന്യമേ നിത്യ ചൈതന്യമേ. വള്ളിക്കുന്ന് പയ്യടിത്താഴം വടക്കേപ്പറമ്പ് ഭുവനേശ്വരിക്കാവ് ക്ഷേത്രം ആൽബം പ്രകാശനവും സാംസ്കാരിക സമ്മേളനവും ക്ഷേത്രം മുഖ്യ കാർമ്മികൻ വടക്കേപ്പറമ്പിൽ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. മനസായി നമിക്കുന്നു നിന്നെ ഞങ്ങൾ. ക്ഷേത്ര ചരിത്രം ഉൾക്കൊള്ളിച്ച് ശ്രീജ സതീഷ് രചിച്ച് പന്തളം ബാലൻ ഈണമിട്ട ആൽബം KR പ്രമോദ് പ്രകാശനം ചെയ്തു. മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. ചൈതന്യമേ നിത്യ ചൈതന്യമേ. സംഗീത സംവിധായകൻ പന്തളം ബാലൻ, ADGP S ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ട് കാണാനുള്ളൊരു കഴിവുള്ളൊരു മനുഷ്യൻ, അസാധ്യ കലാകാരൻ. എന്നെ ആദ്യമായിട്ട് പാടാൻ പറ്റും, പാടണം, അതായത് കച്ചേരി പാടാനൊക്കെ പറ്റുമോ, ഒരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ കരുതിയിരുന്നത്. ഇപ്പം കച്ചേരി പാടാൻ പറ്റുന്നതല്ല, കച്ചേരി ബുക്കിംഗാണ്. അപ്പം അങ്ങനെ അതിൻ്റെ പുറകിലുള്ള ചാലകശക്തി എൻ്റെ ഈ ഗുരുനാഥൻ പന്തളം ബാലനാണ്. അതെനിക്ക് ഉച്ചൈസ്തരം നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട്, ഈ നടയിൽ നിന്ന് പറയാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനി ഈ നടയെക്കുറിച്ച് 2 വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ, ഈ ഗംഗാധരേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് വിദ്യാഭ്യാസമുള്ളതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ അദ്ദേഹം അവിടെ, ഞങ്ങൾ ഈ പാടുന്ന പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കോമരമായി ചമഞ്ഞൊരു നാൾ. അതെങ്ങനെ എന്നാ ചമഞ്ഞൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ വന്ന് കണ്ടിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ശ്രീജ സതീഷ്, S ശ്രീജിത്ത് എന്നിവർ കീർത്തനം ആലപിച്ചു. ഇളമന ദിനേശൻ ഗുരുക്കളുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഉത്സവ പരിപാടികളും നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി, വെള്ളാട്ട്, തിറ എന്നിവയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പ്രീമിയർ ലീഗ് സീസൺ 12 ജനുവരി 27-ന് ആരംഭിക്കും. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ ഇന്റർ കേരള FC എന്ന പുതിയ ടീമിനെ പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിൽ ഗോകുലം കേരള FC കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. നമ്മൾ 101 ഐഡിയയുമായിട്ടല്ല പോകുന്നത്, നമ്മൾ 4 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, DFB പോക്കാൽ സൂപ്പർ ലീഗ് കേരള ഒരു അസോസിയേഷൻ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത വർഷം മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ തീരുമാനിച്ചിട്ടില്ല, 8 ടീമായിരിക്കും സൂപ്പർ ലീഗിൽ കളിക്കുക. ഈ 8 ടീമുകളും 3rd ഡിവിഷൻ ജർമ്മൻ ഫുട്ബോൾ ക്ലബ്ബുകളുമായിട്ട് ഒരു ടൈപ്പ് വരും. അങ്ങനെ ടൈപ്പ് വരുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോച്ചസ്, പ്ലേയേഴ്സ്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ പേസ് ഓഫ് ഗെയിം വാസ് സ്ലൈറ്റ്ലി ലോ. അപ്പോൾ ആ പേസ് കൂട്ടാനായിട്ടും ആ 90 മിനിറ്റും ഇന്റൻസ് ആയിട്ടുള്ള ഒരു മാച്ച് പ്രസന്റ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റണം എന്നുള്ള ഒരു ഇതിൽ കേരള പ്രീമിയർ ലീഗ് സീസൺ 12-ൽ 14 ടീമുകൾ കിരീടത്തിനായി മത്സരിക്കും. കോർപ്പറേറ്റ് എൻട്രിയിലൂടെ ഇന്റർ കേരള FC എന്ന പുതിയ ടീമും സീസണിൽ ഇടം പിടിച്ചു. ഈ സീസണിൽ 560ഓളം കളിക്കാർ മത്സരങ്ങളിൽ പങ്കെടുക്കും. മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയം, കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം എന്നിങ്ങനെ 2 വേദികളിലായാണ് മൊത്തം 94 മത്സരങ്ങൾ നടക്കുന്നത്. കേരള പ്രീമിയർ ലീഗ് സീസൺ 12 ജനുവരി 27-ന് ആരംഭിക്കും. എലൈറ്റിനെ ടൈറ്റിൽ സ്പോൺസറായും പ്രഖ്യാപിച്ചു. വാർത്താ സമ്മേളനത്തിൽ എലൈറ്റ് ഫുഡ്സ് കോർപ്പറേറ്റ് ഡയറക്ടർ CG പ്രതിഭാസ് മീഡൻ, നവാസ് മീരാൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജോസ്, ഹോണററി പ്രസിഡന്റ് KFA ഫിറോസ് മീരാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുവർണ ജൂബിലി ആഘോഷ നിറവിൽ മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂൾ. ആഘോഷ പരിപാടികൾ ജനുവരി 28 മുതൽ 30 വരെ നടക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, വിദ്യാഭ്യാസ, കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. അസോസിയേഷൻ ഫോർ വെൽഫെയർ ഓഫ് ദി ഹാൻഡിക്യാപ്റ്റിന്റെ കീഴിൽ 1974 റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്റ്റ് സ്ഥാപിതമായത്. അവരുടെ ഒരു പ്രഥമ സംരംഭമായിരുന്നു റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്റ്റ്. അന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രമായുണ്ടായിരുന്നത്. കേൾവി പരിമിതിയും കാഴ്ച പരിമിതിയുള്ള വളരെ കുറച്ച് കുട്ടികളുമായിട്ടായിരുന്നു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത് വളർന്ന് വളരെയധികം വിപ്ലവകരമായ മാറ്റം ഈ ഭിന്നശേഷി പുനരധിവാസ രംഗത്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡിന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ജനുവരി 28-ന് തുടക്കമാകും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. പൂർവ്വ അധ്യാപക സംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഭിന്നശേഷി നിർണയ മെഡിക്കൽ ക്യാമ്പ്, ഭക്ഷ്യമേള എന്നിവയും വാർഷികാഘോഷങ്ങളിൽ ഉൾപ്പെടും. ജനുവരി 30-ന് വൈകിട്ട് മേയർ ബീന ഫിലിപ്പ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് കാഴ്ച, കേൾവി പരിമിതരായ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പ്രമുഖ പിന്നണി ഗായകൻ ശ്രീകാന്ത് കൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും. ഈ സ്കൂളിലെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും ചെവി കേൾക്കാത്ത കുട്ടികൾ, സംസാരശേഷിയേ ഇല്ലാത്ത കുട്ടികൾ, പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്ത കുട്ടികൾ, പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കാഴ്ചയില്ലാത്ത കുട്ടികൾ, ഇത്തരം കുട്ടികൾ മാത്രമാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഖമറുല്ലൈല MV, സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് കല്ലൂർ, പ്രോഗ്രാം കൺവീനർ റഹീന CE, പബ്ലിസിറ്റി കൺവീനർ ശ്രീകാന്ത് K മൂർത്തി, അക്കാഡമിക് ഹെഡ് ഷെരീഫ് E എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹൃദയത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മാത്രമായി സ്ട്രക്ചറൽ ഹാർട്ട് ആൻഡ് വാൾവ് ഡിസീസസ് കേന്ദ്രം മൈത്ര ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മൈത്രയിൽ സ്ട്രക്ചറൽ ഹാർട്ട് ആൻഡ് വാൾവ് ഡിസീസസ് കേന്ദ്രം ആരംഭിച്ചതോടെ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൾവ് ഇംപ്ലാന്റേഷൻ, മിട്ര ക്ലിപ്പ് തുടങ്ങിയ ചികിത്സകൾ കേരളത്തിലും ലഭ്യമാകും. ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ, ഡോക്ടർ അനിൽ സലീം എന്നിവരുടെ നേതൃത്വത്തിലാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടക്കുക. അതിനൂതന ചികിത്സ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ കേന്ദ്രം ആരോഗ്യ സംരക്ഷണ രംഗത്തെ പ്രധാന നാഴികക്കല്ലാകുമെന്ന് ചെയർമാൻ ഫൈസൽ E കോട്ടിക്കോളൻ അഭിപ്രായപ്പെട്ടു. നൂതന ചികിത്സയും സാങ്കേതിക വിദ്യകളും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭിക്കുന്ന മൈത്രയുടെ പ്രത്യേകതയാണെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിഹാജ് G മുഹമ്മദ് പറഞ്ഞു.
സെന്ററിന്റെ ഉദ്ഘാടനം നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും 100 കോടി രൂപ ഹ്രസ്വകാല വായ്പ അനുവദിച്ചു. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇരുവരും ഒപ്പുവച്ചു. പ്രൈഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു അഭിമാന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായി 2021 നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രോഫിറ്റബിലിറ്റി, അഡാപ്റ്റബിലിറ്റി ആൻഡ് കംപ്ലയൻസ് റെഗുലേഷൻ, ഈ 3 കാര്യങ്ങളിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തത്. കഴിഞ്ഞ 3 വർഷമായിട്ട് സൊസൈറ്റി പ്രോഫിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2021 പുതിയ ഭരണസമിതി ചുമതല ഏറ്റതിനു ശേഷം നടത്തിയ ക്രിയാത്മകമായ പ്രവർത്തന മികവ് മൂലമുണ്ടായ ബിസിനസ് വളർച്ച, ചിട്ടയായ ലോൺ വിതരണം, സുതാര്യമായ ഓഡിറ്റ് സംവിധാനം എന്നിവ മുൻനിർത്തിയാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള NCDC എന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് വായ്പ അനുവദിച്ചത്. NCDC ഓഫീസിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ ഡയറക്ടർ ശ്രീധരൻ NCയും പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് വേണ്ടി ചെയർമാൻ ഡോക്ടർ N സായിറാം, CEO ശൈലേഷ് C നായർ, COO പസ്വാൻ വർഗീസ് എന്നിവരും ചേർന്ന് ധാരണാപത്രം ഒപ്പുവെച്ചു. 2027 3000 കോടി രൂപയുടെ ബിസിനസ്സും 5 ലക്ഷം അംഗങ്ങളുമുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനമായി മാറുക എന്നതാണ് പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് സൊസൈറ്റിയുടെ CEO ശൈലേഷ് C നായർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ മനുഷ്യജാലിക സംഘടിപ്പിക്കും. ജനുവരി 26 ഓമശ്ശേരിയിലാണ് പരിപാടി നടത്തുകയെന്ന് SKSSF നേതാക്കൾ അറിയിച്ചു. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിലാണ് ഈ പ്രോഗ്രാം വർഷം തോറും നടന്നു വരാറുള്ളത്. കോഴിക്കോട് ജില്ലാ SKSSF സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക 26-ാം തീയതി അഥവാ നാളെ വൈകിട്ട് 4 മണി മുതൽ ഓമശ്ശേരിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും ജനാധിപത്യ മതേതര മൂല്യങ്ങളും തകർക്കപ്പെടാൻ പാടില്ല എന്ന വലിയ പ്രഖ്യാപനമാണ് മനുഷ്യജാലികയിലൂടെ പുറത്തേക്ക് പ്രസരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലും സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ മലയാളി സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങളിലും SKSSF നേതൃത്വത്തിൽ മനുഷ്യജാലിക പരിപാടി നടത്തും. സമസ്ത കേരള ജമയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം AV അബ്ദുറഹിമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, സാംസ്കാരിക, ഭരണരംഗത്തെ പ്രമുഖരും വിവിധ സാമുദായിക പ്രതിനിധികളും സംബന്ധിക്കും. കോഴിക്കോട് ഓമശ്ശേരിയിൽ ജനുവരി 26 മനുഷ്യജാലിക സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുബഷീർ തങ്ങൾ, ജില്ലാ ട്രഷറർ ത്യാഹ യമാനി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം EK അബൂബക്കർ സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. മാലിന്യമുക്തം നവകേരളം പദ്ധതി നടത്തിപ്പിൽ കോഴിക്കോട്ട് മികച്ചതും മോശവുമായ തദ്ദേശ സ്ഥാപനങ്ങളുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് പിന്നിൽ ക്രഷർ ലോബികളാണെന്ന് PBCA ഭാരവാഹികൾ. എങ്ങനെ ചിന്തിക്കണമെന്ന പരിശീലനമാണ് പുതിയ കാലത്തെ കുട്ടികൾക്ക് ആവശ്യമെന്ന് ശശി തരൂർ MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.